2008 തുടങ്ങിയതാണ് റമദാൻ മാസത്തിലെ ലതിക സുഭാഷിന്റെ നോമ്പെടുക്കൽ. ഭർത്താവ് സുഭാഷായിരുന്നു നോമ്പെടുക്കാമെന്ന ആശയം ആദ്യം മുന്നോട്ട് വച്ചത്. ഇപ്പോൾ 18 വർഷമായി റമദാൻ മാസത്തിലെ നോമ്പ് ലതിക സുഭാഷിനും ഭർത്താവിനും ജീവിതത്തിന്റെ ഭാഗമാണ്. സുഭാഷ് എന്നെ ഒരു ദിവസം എന്നെ വിളിച്ചപ്പോൾ പറഞ്ഞു, ഞാൻ ഇത്തവണ മുതൽ റംസാൻ നോമ്പെടുക്കാൻ പോകുന്നു. അപ്പോൾ രണ്ടുപേരും കൂടെ ഒരുമിച്ച് ഭക്ഷണം കഴിക്കുന്ന സമയം കുറവാണല്ലോ. അപ്പോൾ ഞാൻ പറഞ്ഞു, അതങ്ങനെ ശരിയാവുന്ന, ചേട്ടൻ മാത്രം എടുത്താലോ, ഞാനും എടുക്കാം. 17 വർഷമായിട്ട് ഒരു നോമ്പെടുക്കാനായിട്ട് 3-4 വർഷമായിട്ട് 30 നോമ്പ് എനിക്കും കിട്ടുന്നുണ്ട്. സുഭാഷ് ചേട്ടൻ ഇക്കാലം അത്രയും 30 നോമ്പ്, ഫുൾ നോമ്പ്, എത്ര നോമ്പുണ്ട് അത് ഫുൾ നോമ്പ് പിടിക്കും. എൻ്റെ അമ്മ അച്ഛൻ ഇവിടെ ഉള്ള സമയത്ത് അവർ നല്ല സപ്പോർട്ടായിരുന്നു. ഈ നോമ്പ് കാലത്തൊക്കെ കൃത്യമായിട്ട് വെളുപ്പിനെ ഓർമ്മപ്പെടുത്തി എന്തെങ്കിലുമൊക്കെ. ഇപ്പം ആരുമില്ല, തന്നെയാണ് എല്ലാ കാര്യങ്ങളും. ഇപ്പം നല്ല ചൂടുള്ളതിൻ്റെ ക്ഷീണങ്ങളൊക്കെ ഉണ്ട്, എന്നാൽ പോലും അതൊരു വലിയൊരു സന്തോഷമാണ്. അമുസ്ലിമിന്റെ റംസാൻ നോമ്പെന്ന പേരിൽ ഒരു കവിതയും ലതിക സുഭാഷ് എഴുതി. അമുസ്ലിമിന് നോമ്പെടുക്കാമോ? ഗുരു പറഞ്ഞു, ഒരു ജാതി, ഒരു മതം, ഒരു ദൈവം മനുഷ്യന്. അപ്പോൾ നോമ്പിനും ജാതിയില്ല. നോമ്പെനിക്ക് അന്യമല്ല. 8 നോമ്പോ, തിങ്കളാഴ്ച നോമ്പോ, ഷഷ്ടി വ്രതമോ, ഏകാദശിയോ ഏതായാലും ഇത് വേറിട്ട നോമ്പുകാലം. ഓർമ്മിക്കാനൊരു പട്ടിണിക്കാലം. വിശുദ്ധിയുടെ, നന്മയുടെ, സ്നേഹത്തിൻ്റെ, സഹനത്തിൻ്റെ സഹയാത്രക്കാലം. മാതൃഭൂമി ന്യൂസ്, കോട്ടയം.